എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫസ്റ്റ് ലെഗ് ബയേൺ വിഎസ് റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു ബെർണാബ്യൂവിൽ വെച്ച് നടന്ന ഫസ്റ്റ് ലെഗിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ആ ഒരു മത്സരം ഒറ്റ നീട്ടത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ 2-1 ബയേൺ ആ 2012 ശേഷം ഏകദേശം 14 വർഷത്തിന് ശേഷം ബയേൺ റയലിനോട് ജയിച്ചേക്കാണ്. ഇതിന് ഇടക്ക് നിരവധി മത്സരങ്ങൾ ഈ ഒരു ജയന്റ് ക്ലബ്ബുകൾ തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ഈ ഒരു ബയേൺ ആ ഒരു ക്രൈസിസ് അവസാനിപ്പിച്ചിട്ടാണ് 2-1 ബെർണാബ്യൂവിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റയലിനെ സംബന്ധിച്ചിടത്തോളം 2-1 എന്നുള്ളത് സ്റ്റിൽ ഒരു ഹോപ്പ് നൽകുന്നതാണെങ്കിൽ പോലും അടുത്ത മത്സരം അലയൻസ് അരേനയിൽ പോയിങ്ങാണ്ടാണ് കളിക്കേണ്ടത് നോക്കുമ്പോൾ അവിടെ ഒരു ഡെഡ് എൻഡായിങ്ങാണ്ട് നമുക്ക് തോന്നും. ഈ ഒരു മത്സരത്തെ കുറിച്ചിട്ടും നെക്സ്റ്റ് ലെഗിലേക്ക് പോകുമ്പോൾ റയലിൻ്റെ പ്രതീക്ഷകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത് നോക്കാൻ പോകുന്നത് മാനുവൽ ന്യൂയറിൻ്റെ ആ ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 2024 സെമി ഫൈനലിൽ ബയേൺ റയൽ മാഡ്രിഡിനെ നേരിട്ടപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ആണ് ഒരു ഫസ്റ്റ് ഹാഫിൽ മികച്ചൊരു പെർഫോമൻസ് നടത്തി സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ന്യൂ ഇയറിൻ്റെ കയ്യിൽ നിന്ന് പോകണ കണ്ടു. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒന്നും അല്ലാത്ത നല്ലൊരു സോളിഡ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ ന്യൂ ഇയറിന് ഈ ഒരു മത്സരത്തിൽ സാധിച്ചു. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു മത്സരത്തിൽ ഷോട്ട്സ് ഓൺ ടാർഗറ്റിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഷോട്ട്സ് ഓൺ ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റയൽ തന്നെയാണ് ആ ഒരു പോസ്റ്റിലേക്ക് കൂടുതൽ തവണ ഉതിർത്തിട്ടുള്ളത്. പക്ഷേ അവിടെ ഈ ഒരു ഗോൾ വന്ന ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം റിസ്ക് ആണ് ആ ഒരു പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുക എന്നുള്ളത്. അത്രയും ആ ഒരു ഗോൾ തന്നെ എന്തോ ഭാഗ്യത്തിന് ഉള്ളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും അത് ന്യൂ ഇയർ സേവ് ചെയ്ത ബോളാണ്. അപ്പോൾ അത്രയും മികച്ച രീതിയിലായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിരവധി ചാൻസ് റയലിന് കിട്ടി. എംബാപ്പേൻ്റെ ആ ഒരു ചാൻസ് ഒക്കെ സേവ് ചെയ്തിടാനും ന്യൂ ഇയറിന് സാധിച്ചു എന്നുള്ളതാണ്. അടുത്ത നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒളീസയാണ്. ഈ ഒരു മത്സരത്തിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ആളുകളും ഭയപ്പെട്ടിരുന്ന അല്ലാന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു പ്ലെയർ തന്നെയാണ് മൈക്കൽ ഒളീസ എന്ന് പറയുന്നത്. ആ ഒരു ഒളീസ ആ ഒരു വിങ്ങിലൂടെ നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര നല്ല രീതിയിലൊന്നും കരേരസിന് ഈ ഒരു ഒളീസിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സെക്കൻഡ് ഗോളിൻ്റെ ആ ഒരു അസിസ്റ്റൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ഫസ്റ്റ് മൂമെൻറ്റ്സ് തന്നെയായിരുന്നു ഈ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കെയ്നാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തു. ലൂനിനെ മാക്സിമം ശ്രമിച്ചു, പക്ഷെ അത് സേവ് ചെയ്തിടാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു ഒളീസേൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയേണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോളിൻ്റെ ലീഡുണ്ട്. ഇനി അവർ കളിക്കേണ്ടത് അലയൻസ് അരേനയിലാണ്, ജർമ്മനിയിലാണ്, മ്യൂണിക്കിലാണ്. ഇതൊക്കെ അവരുടെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം സ്റ്റിൽ നമുക്കൊരു ഹോപ്പ് എന്ന് പറയുന്നത് ഒരു കംബാക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ പതിവിലേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. ഒരു കംബാക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം ഒരു കുറച്ച് ഫാൻസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു പ്രഷറിൽ ഈ റയൽ മാഡ്രിഡിന് കളിക്കാൻ കഴിയുമോ എന്നുള്ളത് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതിലൊക്കെ അലയൻസ് അരേനയിൽ പോയിങ്ങാണ്ട് ജയിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു സെമി ഫൈനലിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അലയൻസ് അരേനയെ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിട്ടില്ല. 2-2 ഡ്രോയിലാണ് അവിടെ ഒരു മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ റയലിനെ സംബന്ധിച്ചിടത്തോളം ഹോപ്പ് നൽകുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് റയലിന് ഇനി പ്രതീക്ഷ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയ്ക്ക് വാഗുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഗോളിൻ്റെ മാർജിനേ ഉള്ളൂ. അവിടെ പോയിങ്ങാണ്ട് ചെയ്യുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ബാക്ക് ലൈനിൽ ഫെർലാൻ മെൻഡി വരും. നല്ലൊരു ആ ഒരു ഒളീസേനൊക്കെ നല്ല രീതിയിൽ മാർക്ക് ചെയ്ത് കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് മെൻഡി എന്ന് പറയുന്നത്. മെൻഡി വരുമ്പോൾ അത്രത്തോളം അഡ്വാൻറ്റേജസ് റയൽ മാഡ്രിഡിൻ്റെ ആ ഡിഫൻസിൽ കാണാൻ കഴിയും. പിന്നെ എഡർ മിലിറ്റാവോ ആ ഒരു ഫസ്റ്റ് ഹാഫ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു പിട്രാച്ച് നമുക്കറിയാം ഈ ഒരു മത്സരത്തിലാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും ആ ഒരു സെയിം മിസ്റ്റേക്ക് തന്നെ പിട്രാച്ച് ആവർത്തിക്കണം കണ്ടു. അതുകൊണ്ട് തന്നെ മേ ബി അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കംബാക്കിൻ്റെ ഇതിലല്ല ഞാൻ പറയുന്നത്. ഞാൻ ഈ ഒരു പിട്രാച്ചിൻ്റെ ഇതിൽ വരുമ്പോൾ അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പിട്രാച്ച് ആ ഒരു സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സ്റ്റിൽ ഒരു കംബാക്ക് പോസിബിൾ ആണ്. കാരണം അത്രത്തോളം ദൂരത്തൊന്നും അല്ല. എന്തായാലും 8-10 ഗോളൊന്നും നമ്മൾ വാങ്ങിയില്ലല്ലോ. അപ്പം ഒരു ഗോളിൻ്റെ മാർജിനേ ഉള്ളൂ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 70% ബയേൺ തന്നെ ക്വാളിഫൈ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ഒരു ബാക്കി 30% അല്ലെങ്കിൽ 1% തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പോൾ അതാണ് അവിടെ പറയാനുള്ളത്. ഇനി നമുക്ക് ആ ഒരു ഇന്നലെ തന്നെ നടന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു മാച്ചായിരുന്നു ഈ ഒരു ആഴ്സണൽ വിഎസ് സ്പോർട്ടിങ്. ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ആഴ്സണൽ ഗംഭീര ഫോമിലാണ്, ഇത്ര ഫോമിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്പോർട്ടിങ്ങിൻ്റെ എവേ ഗ്രൗണ്ടിലാണ് മത്സരം. ഓക്കെ,
പക്ഷേ സ്പോർട്ടിങ്ങിൻ്റെ എവേ ഗ്രൗണ്ടിലാണ് മത്സരമെങ്കിൽ പോലും അവിടെ ഒരു ഗോളിൻ്റെ മാർജിനിൽ, അതും ലാസ്റ്റ് അവേർഡ്സ് അടിച്ചിട്ടുള്ള ഗോളിലാണ് വിജയിച്ചിട്ടുള്ളത്. അവിടെ അത്ര ഒരു വിന്നല്ല ഞാൻ പ്രതീക്ഷിച്ചത് ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. ഇൻ കേസ് ബയണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പം ഈ ഒരു ബയണും എന്തായാലും ആർസണലിന് ഈ ഒരു ഇത് കഴിഞ്ഞാൽ മിക്കവാറും ബാഴ്സ അത്ലറ്റിക്കോ മാഡ്രിഡ് ആവും. അവിടെ നിന്ന് ഈ ഒരു ആർസണലിൽ തിരിച്ചു പോകാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ റയലിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്നത് ആർസണലിനെ പറ്റിയാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ UCLന് ചാൻസ് കൽപ്പിക്കുന്ന ആർസണലിനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോൾ എങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ 7% 8% റയലിന് ഈ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ആ ഒരു മത്സരത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു റയലിൻ്റെ കംബാക്ക് ഉണ്ടാകും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് അറിയിക്കുക. ഓക്കെ.